രാജാപ്പാട്ട് എന്നുള്ള രീതിയിലല്ല, നമ്മൾ ചില വിദേശ ഭാഷകളിലൊക്കെ ഉണ്ടാവാറില്ലേ, അതായത് അവിടെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരി ഉള്ളുമായിരിക്കും, അപ്പോൾ ഇവിടെയുള്ള കുഞ്ഞു വീട്ടിലത്തെ അപ്പൂപ്പൻ്റെയും കൊച്ചുമോളുടെയും കഥ എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു 1930s ഏകദേശം ഒന്ന് ലോക്കായതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാൻ തുടങ്ങണേ. അപ്പോൾ സീൻ 1 എന്ന് പറഞ്ഞിട്ട് അത് എഴുതി തുടങ്ങണത് അതാ 1930s ആയിരിക്കാമെന്ന്, കൊല്ലം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ എഴുതി തുടങ്ങുക ഫസ്റ്റ് വാചകത്തിൽ തന്നെ ഒരു വണ്ടിയിൽ ഒരാൾ വരുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ അന്നത്തെ കാർട്ട് വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് സീനിൽ തന്നെ ഇങ്ങനെ ഒരു കാർട്ട് ആണ് തന്നെ. അപ്പോൾ അതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സീനിൽ വെറുതെ ഒരു ചെറിയൊരാൾ വരുന്നതിന് തന്നെ ഈ എക്സ്പെൻസ് ആണെങ്കിൽ ഇനി പോകെ ரொம்ப ദൂരം പോകേണ്ടിയത് ഇറക്ക് എന്ന് പറയുന്നതുകൊണ്ട് അപ്പം തന്നെ ഓക്കെ വേണ്ട. നരഞ്ജേട്ടൻ അശോകേട്ടൻ്റെ വീട്ടിൽ കയറുന്ന ഒരു സീനുണ്ടല്ലോ, അപ്പോൾ അവിടെ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഭാര്യയും മോളും പാനിക്കാവുന്നു എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് വേണം. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതിന് 2 ആർട്ടിസ്റ്റുകൾ വേണമല്ലോ. അപ്പോൾ ആലോചിച്ച് ഇത് ലോജിസ്റ്റിക്കൽ എന്ന് മാത്രമല്ല, വെറുതെ ഒരു നമ്പറിന് വേണ്ടിയിട്ട് പുതിയൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഓൾറെഡി പടത്തിൽ ഇൻട്രൊഡ്യൂസ് ആവുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ മൊത്തത്തിലൊരു കൊഹിറൻസ് കിട്ടും. അപ്പോൾ ആലോചിച്ച് ഓക്കെ ഓൾറെഡി നമ്മൾ ഒരു പെൺകുട്ടി നമുക്കുണ്ടല്ലോ, പെൺകുട്ടി അശോകേട്ടന് മോളാക്കാം എന്ന് തീരുമാനിച്ച്. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് അവിടെ ഒരു ഡയലോഗ് അഡീഷണൽ എഴുതി ചേർത്തു. നീ ഇവിടെ വരുന്നതിന് മുമ്പാ മോക്ക് ഓർമ്മയില്ലേ, അതുകൊണ്ട് മോക്കോർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് അശോകേട്ടൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. എന്തായാലും നമ്മൾ പറയുന്ന മലേഷ്യൻ ആയാൽ കൂടെ അതിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കിട്ടുമോ, എങ്ങനെയാണ്, അതെല്ലാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു. ഒരു ഘട്ടത്തിലായിരുന്നു ജിതേഷ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി, മീൻസ് ഈ ബ്രീഡ് നല്ലതാണ് എന്നുള്ളൊരു പറയുന്നത്. അപ്പോൾ ഓക്കെ, നല്ല ആ കളറുള്ള ബ്രീഡ് നമുക്ക് മതി, ഈ ഒരു പാറ്റേണുള്ള നായി മതി. പക്ഷേ അതിനുശേഷമുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നായി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലെ നായ്ക്കൾ അത്രയും പെട്ടെന്ന് മെരുകില്ല, ലൈക്ക് പെട്ടെന്ന് നമ്മളുമായിട്ട് അറ്റാച്ച് ആവില്ല. അപ്പോൾ അതൊരു വലിയ കൺസേൺ. പക്ഷേ നമുക്കുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഷൂട്ട് തുടങ്ങും. അപ്പോഴത്തേക്കും ട്രെയിൻ ചെയ്യണം. അപ്പോൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇതിന് 1 വയസ്സുള്ള അണ്ടറിലെ നായ്ക്കൾക്ക് ട്രെയിനിങ് പെട്ടെന്ന് സാധ്യമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വേറൊരു ചാലഞ്ച്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ് അല്ലാത്ത ചോയ്സുകൾ, ഒബ്വിയസ് അല്ലാത്ത ഋതം വേണം തോന്നുന്ന സ്ഥലത്ത് ഋതം ചെയ്യാണ്ടിരിക്കുക, ഋതം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഋതം കൊടുക്കുക, എല്ലാം തർക്കോത്തരം. അത് തന്നെ, അതൊന്നും ഇങ്ങനെ ചെയ്തല്ല, ഇങ്ങനെ ആരും ചെയ്യാറില്ല. എന്നാൽ അങ്ങനെ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യണം.